കോഴിക്കോട് തീപിടുത്തമുണ്ടായ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്ന് വീണ്ടും പുക ഉയരുന്നുണ്ട്. ഫയർഫോഴ്സ് സംഘം പരിസരത്ത് എത്തിയിട്ടുണ്ട്. സി കെ വിജയൻ ചേരുന്നുണ്ട്. സി കെ, ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ? ഈ തീ അണയ്ക്കാനായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒട്ടുമില്ല. കാരണം അവിടെ കാര്യമായ തീ ഉണ്ടായിട്ടില്ല. പക്ഷേ പുക ഇപ്പോഴും ഉയരുന്നു. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പുക ഉയർന്നിട്ടില്ല. ഒരു 10 മിനിറ്റ് മുൻപായിരുന്നു ഒരു ഫയർഫോഴ്സ് സംഘം എത്തുകയും അതിനകത്തേക്ക് ആൾക്കാർ അതിനകത്തേക്ക് പോവുകയും ചെയ്തു. ഈ കെട്ടിടത്തിനകത്തേക്ക് എനിക്ക് തോന്നുന്നു അത് നേരത്തെ ഉണ്ടായിരുന്ന തീപിടുത്തത്തിന്റെ പ്ലാസ്റ്റിക് മറ്റോ അവശിഷ്ടങ്ങളോ മറ്റോ ഒരുപക്ഷെ പുകയുന്നത് കൊണ്ടാകാം. പക്ഷെ ശക്തമായ പുക ഉയരുന്നുണ്ടായിരുന്നു. ഈ പുക ഉയരുന്നത് കണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഫയർ എഞ്ചിൻ വിളിക്കുകയും അവർ എത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ വെള്ളം തെളിക്കുകയോ മറ്റോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവർ ഫയർ ഓഫീസർമാർ അതിനകത്തേക്ക് കടക്കുകയും അതിനുശേഷം അവർ എന്തോ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പുക ഇപ്പോൾ ഉയരുന്നത് കാണുന്നില്ല. എന്നാലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ എന്ന് പറയാം അതിശക്തമായ മഴ പെയ്ത പ്രദേശമാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. എന്നിട്ടും ഈ കെട്ടിടത്തിനകത്ത് നിന്ന് പുക ഉയരുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കുന്നുണ്ട്. തീ എവിടെയെങ്കിലും കെടാതെ കിടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയായാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഇതിനെ കാണുന്നത്. ഏതായാലും 4-5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് പ്രവേശിക്കുകയും ഇപ്പോൾ തീ കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഫയർ എഞ്ചിനും പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ രാത്രിയിലും ഇപ്പോൾ ഈ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആൾക്കാർ ജാഗരൂകരായി ഫയർ സ്റ്റേഷനിൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പുക ഇപ്പോൾ പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ട്. നേരിയൊരു പുക ഈ കത്തിയ കെട്ടിടത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തു നിന്നാണ് ഉയർന്നത്. അതിപ്പോൾ അണഞ്ഞിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഫയർ സംഘം ഇവിടെ ഉണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള തീ ഇതിനകത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ മുകളിലും ഇപ്പോൾ ഫയർ ജീവനക്കാർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും വലിയ ആശങ്കയുണ്ടായ ഒരു തീപിടുത്തം ഉണ്ടായത് 2 ദിവസം മുമ്പ് ഇതേ കെട്ടിടത്തിലാണ്. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്ന് വീണ്ടും പുക ഉയർന്ന സാഹചര്യം. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഫയർഫോഴ്സ് സംഘം പരിസരത്ത് എത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.